ഹലോ, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡും ഫോർത്തും സെമസ്റ്റർ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ഐഡിയാസ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസ് എന്നുള്ള ടെക്സ്റ്റാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫോർത്ത് ക്ലാസ്സാണ്. മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തതുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, പോയി കണ്ടു നോക്കണം. അപ്പം നമ്മൾ ലിബേർട്ടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈപ്സ് ഓഫ് ലിബേർട്ടിയിൽ 3 ടൈപ്സ് ഓഫ് ലിബേർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫോർത്ത് ടൈപ്പ് ഓഫ് ലിബേർട്ടി നോക്കാനുള്ളത് പേഴ്സണൽ or individual liberty. Personal liberty means the freedom to pursue one's desires and interest as a person, but which do not clash with the interest or desires of others. അപ്പം പേഴ്സണൽ ലിബേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പേരിൽ തന്നെ ഉണ്ട്, സ്വന്തം ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഫ്രീഡമാണ് സ്വാഭാവികമായിട്ടും പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലിബേർട്ടി എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഇൻഡിവിജ്വൽ ലിബേർട്ടി, ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് അത് മറ്റൊരാളുടെ ഇഷ്ടം അതിനെതിരാവരുത്, മറ്റൊരാളുടെ ഇഷ്ടം ഇല്ലാതാക്കുന്നതാവരുത്. അങ്ങനെ അത് തമ്മിലൊരു ക്ലാഷ് വരാതെ നമുക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാനും അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഫ്രീഡമാണ് പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലിബേർട്ടി എന്ന് പറയുന്നത്. The freedom of speech and expression, freedom of residence, freedom of movement, freedom of tastes, freedom to choose any profession or trade or occupation, the freedom to enjoy the fruits of one's labor, the right to personal property. അങ്ങനെ ഒരുപാട് ഇനി എക്സാമ്പിൾസ് പറയുകയാണ്. സംസാരിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം എന്ന് പറയുന്നത്, അതുപോലെ താമസിക്കാനുള്ള ഫ്രീഡം, മൂവ്മെൻറ്റിന് എവിടേക്കെങ്കിലും നമുക്ക് പോകണമെങ്കിലൊക്കെയുള്ള പോയി വരാനുള്ള ഫ്രീഡം, അതുപോലെ തന്നെ നമുക്ക് സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഫ്രീഡം, ഏത് പ്രൊഫഷൻ വേണമെങ്കിലും, ഏത് ഒക്യുപ്പേഷൻ, ഏത് ജോലി വേണമെങ്കിലും സ്വീകരിക്കാനുള്ള ഫ്രീഡം, അതേപോലെ തന്നെ നമ്മൾ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ വേജ് കിട്ടുന്നത് അത് സ്വയം അനുഭവിക്കാനുള്ള ഫ്രീഡം, അതുപോലെ നമുക്ക് പ്രോപ്പർട്ടി, വീട് വേണമെങ്കിലോ അല്ലെങ്കിൽ പ്ലേസ്, സ്ഥലം വേണമെങ്കിലോ ഒക്കെ വാങ്ങിയിട്ട് നമ്മുടേതായിട്ടൊരു പ്രോപ്പർട്ടി ആയിട്ട് വെക്കാനുള്ള ഫ്രീഡം, ഇതൊക്കെയും അതുപോലെ തന്നെ ഇനി അതിൽ പറയുന്നുണ്ട് ദ ഫ്രീഡം ടു പ്രൊഫസ് ഓർ നോട്ട് ടു പ്രൊഫസ് എനി റിലീജിയൻ, ഒരു റിലീജിയൻ, ഒരു മതം സ്വീകരിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാതെ ഇരിക്കാനോ ഉള്ള അവകാശം, ഇതൊക്കെയും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ലിബേർട്ടിയിൽ വരുന്നതാണ്. ഹൗ എവർ all these freedom are to be exercised in a way that does not hinder, അത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, വേറൊരാളുടെ ഇഷ്ടത്തിനെതിരാവരുത്, അതുപോലെ തന്നെ does not violate പബ്ലിക് ഓർഡർ, ഹെൽത്ത് ആൻഡ് മൊറാലിറ്റി. പബ്ലിക്കലി ബാക്കിയുള്ള ഒരു ഓർഡർ അതില്ലാതാക്കരുത്, ബാക്കിയുള്ളവരുടെ ഹെൽത്ത്, ആരോഗ്യം ഇല്ലാതാക്കരുത്, മൊറാലിറ്റിക്ക് എതിരാവരുത്, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. Next, economic liberty. Lasky defines economic liberty as freedom from the wants of tomorrow and availability of adequate opportunity for earning the livelihood. അപ്പം ലാസ്കി ഡിഫൈൻ ചെയ്യുന്നത് ലിബേർട്ടി, എക്കണോമിക് ലിബേർട്ടി എന്താണെന്നാണ് പറയുന്നത്. നാളേക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ നാളെ എനിക്ക് ആവശ്യമുള്ളൊരു കാര്യം അത് നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അഡിക്വൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, എനിക്ക് ജീവിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, അതിന് ഞാൻ ജോലി എടുക്കണം, ആ ജോലി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടാവണം, എല്ലാവർക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, അതാണ് എക്കണോമിക് ലിബേർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം ഫ്രം പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എബിലിറ്റി ടു എൻജോയ് അറ്റ്ലീസ്റ്റ് 3 മിനിമം ബേസിക് നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. അപ്പം മിനിമം ആയിട്ട് 3 ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് മനുഷ്യൻ്റെ, ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, ഷെൽട്ടർ, ഒരു വീട്. അത് 3ഉം ഫുൾഫിൽ ചെയ്യാൻ, എല്ലാവർക്കും ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് എക്കണോമിക് ലിബേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രോവർട്ടിയിൽ നിന്നുള്ള ഫ്രീഡം എന്ന് പറയുമ്പം ദാരിദ്ര്യമില്ലാത്ത ഒരവസ്ഥ, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാത്തൊരവസ്ഥ, ഇതിൽ നിന്നൊക്കെ ഉള്ള ഫ്രീഡത്തിനെയാണ് എക്കണോമിക് ലിബേർട്ടി എന്ന് പറയുന്നത്. എക്കണോമിക് ലിബേർട്ടി ക്യാൻ ബി എൻജോയ്ഡ് ഓൺലി വെൻ there is freedom from hunger, starvation. അപ്പം വിശപ്പിൽ നിന്നും അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നില്ലെങ്കിലാണ് എക്കണോമിക് ലിബേർട്ടി ഉണ്ടാവുള്ളൂ. പോസിറ്റീവ്ലി ഇറ്റ് മീൻസ് ദി അവൈലബിലിറ്റി ഓഫ് ദി റൈറ്റ് ടു വർക്ക് ആൻഡ് അഡിക്വറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഏർണിംഗ് വൺസ് ലൈവ്ലിഹുഡ്. അപ്പം പോസിറ്റീവായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, വർക്ക് ചെയ്യാനുള്ള അവകാശം, എല്ലാവർക്കും ജോലി എടുക്കാനുള്ള അവകാശം ഉണ്ടാവണം, അതുപോലെ തന്നെ സ്വന്തം ലൈവ്ലിഹുഡ്, നമുക്ക് ജീവിക്കാൻ വേണ്ട ഫുഡാണെങ്കിലും അത് കണ്ടെത്താനുള്ള ഒരു അവകാശം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Next, national liberty. National liberty is another name for independence of the nation. It means complete freedom of the people of each state. അപ്പം നാഷണൽ ലിബർട്ടി എന്ന് പറയുന്നത് രാജ്യസ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് നേഷൻ എന്ന് പറയുന്നതിൻ്റെ നേരെ അല്ലെങ്കിൽ വേറൊരു പേരാണ് നാഷണൽ ലിബർട്ടി എന്ന് പറയുന്നത്. രാജ്യം സ്വാതന്ത്ര്യമായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദെയർ ഓൺ, അവരുടേതായിട്ടുള്ള സ്വയം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഫ്രീഡം. ടു ഫ്രീലി ഓർഗനൈസ് ദെയർ ഓൺ ഗവൺമെൻറ്, അവരുടേതായിട്ടുള്ള ഗവൺമെൻറ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാവാനുള്ള അവകാശം, അത് നാഷണൽ ലിബർട്ടിയിലാണ് വരിക. ടു ഫ്രീലി അഡോപ്റ്റ് ദെയർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ ഇഷ്ടപ്രകാരം പുതിയ പുതിയ പോളിസീസ് കൊണ്ടുവരാനുള്ള അവകാശം. ടു പെർസ്യൂ ഇൻഡിപെൻഡൻസ് ഇൻ റിലേഷൻ വിത്ത് ഓൾ കൺട്രീസ് ഓഫ് ദി വേൾഡ്, എല്ലാ രാജ്യത്തിനായിട്ടും ബന്ധം പുലർത്താൻ ഫോറിൻ റിലേഷൻസൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ അതിലൊന്നും വേറൊരാൾ കൈ കടത്തരുത്, അതാണ് നാഷണൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ കൺട്രോൾ, വേറെ പുറത്തുനിന്ന് ഒരാളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു രാജ്യമോ ഒരു രാജ്യത്തിൻ്റെ ഈ അഫെയർസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാനുള്ള അവകാശം, ഗവൺമെൻറ് ഉണ്ടാവാനുള്ള അവകാശം, അതുപോലെ തന്നെ ഫോറിൻ റിലേഷൻസിനുള്ള അവകാശം, ഇതിലൊന്നും കൈ കടത്താതിരിക്കുക, അതാണ് നാഷണൽ ലിബർട്ടി. നെക്സ്റ്റ്, റിലീജിയസ് ലിബർട്ടി. It means the freedom to profess or not to profess any religion. It means the freedom of faith and worship and non-intervention of state in religious affairs of the people. അപ്പം റിലീജിയസ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉള്ള അവകാശത്തിനെയാണ് റിലീജിയസ് ലിബർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വർഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ട, അതിൽ സ്റ്റേറ്റ് ഇടപെടരുത്, അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ളവർ മുഴുവൻ ഇന്ന മതസ്ഥരായിരിക്കണം എന്ന് സ്റ്റേറ്റ് പറയുന്ന ഒരവസ്ഥയിൽ റിലീജിയസ് ലിബർട്ടി ഉണ്ടാവില്ല. അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, മനുഷ്യരുടെ റിലീജിയസ് കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടാതിരിക്കുന്നതാണ് റിലീജിയസ് ലിബർട്ടി എന്ന് പറയുന്നത്. സെക്യുലറിസം ഡിമാൻഡ്സ് സച്ച് എ റിലീജിയസ് ഫ്രീഡം. സെക്യുലറിസം ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു റിലീജിയസ് ഫ്രീഡം ആണ്. നെക്സ്റ്റ്, മോറൽ ലിബർട്ടി. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി ലിബർട്ടി ടു വർക്ക് ഫോർ സെക്യൂറിങ് മോറൽ സെൽഫ് പെർഫെക്ഷൻ. ഫ്രീഡം ടു പെർസ്യൂ മോറൽ വാല്യൂസ് ഇസ് മോറൽ ഫ്രീഡം. അപ്പോൾ മോറൽ ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൊറാലിറ്റി ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനനുസരിച്ചിട്ട് എനിക്ക് പെരുമാറാനും അത് കൂടുതൽ ഞാൻ ആ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രവർത്തിക്കാനൊക്കെ ഉള്ള അവകാശത്തിനെയാണ് മോറൽ ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പം ഒരു ഫാമിലിക്ക് ഫാമിലിയുടേതായിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ടാവും, മോറൽ കോഡ്സ് ഉണ്ടാവും, റിലീജിയന് അതിൻ്റേതായിട്ടുള്ള മോറൽ കോഡ്സ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മോറലാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പിന്തുടരാനുള്ള അവകാശത്തിനെയാണ് മോറൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് സേഫ് ഗാർഡ്സ് ഓഫ് ലിബർട്ടി. അപ്പം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ലിബർട്ടി നിലനിൽക്കണമെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനെയാണ് സേഫ് ഗാർഡ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ലവ് ഫോർ ലിബർട്ടി. ലിബർട്ടി നീഡ്സ് കണ്ടിന്യൂസ് അറ്റംപ്റ്റ്സ് ഓൺ ദി പാർട്ട് ഓഫ് ദി പീപ്പിൾ ടു ഡിഫെൻഡ് ദെയർ ലിബർട്ടി. അപ്പം അവരുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു അറ്റംപ്റ്റ് ഉണ്ടാവണം, അവരതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതാണ് ഫസ്റ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എറ്റേണൽ വിജിലൻസ്. സെയിം കാര്യം തന്നെയാണ്. ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി പീപ്പിൾ ടു ഡിഫെൻഡ് ദെയർ ലിബർട്ടി ആൻഡ് ദെയർ ഫുൾ അലേർട്ട്നെസ് അഗെയിൻസ്റ്റ് എനി എൻക്രോച്ച്മെൻറ്റ് ഓഫ് ദെയർ ലിബർട്ടി ഈസ് ദി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. ഏകദേശം നേരത്തെ പറഞ്ഞ പോയിൻറ്റിനോട് സെയിം ആയിട്ടുള്ളതാണ്. ജനങ്ങളുടെ ഒരു വിജിലൻസ്, അവരൊന്ന് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആയിട്ട് അവരുടെ ലിബർട്ടി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അവരുടെ ലിബർട്ടിയിൽ കോട്ടം തട്ടുന്ന സമയത്ത് അതിനെതിരെ ഡിഫെൻഡ് ചെയ്യാനുള്ള ആളുകൾ, അത് അത്രയും ശ്രദ്ധയോടെ അവരിയ്ക്കണം എന്നുള്ളതാണ് എറ്റേണൽ വിജിലൻസ്. എറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി. എറ്റേണൽ വിജിലൻസ് ആണ് ലിബർട്ടിനെ സംരക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രാൻഡ് ഓഫ് ഈക്വൽ റൈറ്റ്സ് ടു ഓൾ. എല്ലാവർക്കും ഒരുപോലെയുള്ള അവകാശങ്ങൾ കൊടുക്കുക. For safeguarding liberty, it is essential that there should be no class of privileged persons in society. Liberty can exist only when equal rights are granted and guaranteed to all people without any discrimination. അപ്പം ലിബർട്ടി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഈക്വൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, എല്ലാവർക്കും ഈക്വാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്തെങ്കിലും മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലിബർട്ടി ഉണ്ടാവില്ല. ലിബർട്ടി ഉണ്ടാവുക എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ്. ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് സിസ്റ്റം.
എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇസ് ആൻ എസെൻഷ്യൽ സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. ലിബർട്ടി സംരക്ഷിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ബോത്ത് ലിബർട്ടി ആൻഡ് ഡെമോക്രസി ആർ സപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലിബർട്ടി അതുപോലെ തന്നെ ഡെമോക്രസി എന്ന് പറയുന്നത്. We cannot conceive of a democracy without the presence of civil, economic, political and individual liberty. Likewise, in the absence of the right to freedom, there can be no real democracy. അപ്പം ഫ്രീഡം ഇല്ലെങ്കിൽ അവിടെ ഡെമോക്രസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിവിൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, ഇൻഡിവിജ്വൽ ലിബർട്ടി ഒക്കെ ഉണ്ടാവണമെങ്കിൽ അവിടെ ഡെമോക്രസി വേണം താനും. ഡെമോക്രസി ഇല്ലെങ്കിൽ ഫ്രീഡം ഉണ്ടാവില്ല, ഫ്രീഡം ഇല്ലെങ്കിൽ ഡെമോക്രസി ഉണ്ടാവില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ റൈറ്റ് ഓഫ് വൺ ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡഡ് അപ്പോൺ ദി വിൽ ഓഫ് അതേഴ്സ്. ഒരാളുടെ റൈറ്റ്, അവകാശം എന്ന് പറയുന്നത് വേറൊരാളുടെ ഇഷ്ടത്തിലോ റൈറ്റിലോ ഒന്നും കൈ കടത്തിയിട്ടുള്ളതാവരുത്. ലാസ്കി സജസ്റ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് സം പീപ്പിൾ ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡഡ് അപ്പോൺ ദി വിൽ ആൻഡ് ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. അപ്പം ലാസ്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ അവകാശം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറൊരു ഇൻഡിവിജ്വലിൻ്റെ സന്തോഷവും ഇഷ്ടമൊന്നും ഇല്ലാതാക്കുന്നതാവരുത്. നെക്സ്റ്റ്, ഫെയർ ഗവൺമെൻറ്റൽ ആക്ഷൻ. For safeguarding liberty, it is essential that government should exercise unbiased and impartial control over every section of the society. അപ്പോൾ നമ്മൾ നേരത്തെ ഈക്വൽ റൈറ്റ്സ് ടു ആൾ എന്ന് പറഞ്ഞതിലുള്ള പോലെ തന്നെയാണ് ഫെയർ ഗവൺമെൻറ്റൽ ആക്ഷൻ എന്ന് പറയുന്നതും. ഗവൺമെൻറ് ഒരിക്കലും ബയാസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പെരുമാറുക, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നിലനിൽക്കുക ചെയ്യരുത്. പാർഷ്യാലിറ്റി കാണിക്കരുത്. ഗവൺമെൻറ് ഇംപാർഷ്യൽ ആയിരിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് മൊത്തത്തിൽ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നിലനിൽക്കേണ്ടത്. അതാണ് ഫെയർ ഗവൺമെൻറ്റൽ ആക്ഷൻ. ഇനി നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വൺ ഓഫ് ദി കീ മെത്തേഡ്സ് ഓഫ് സേഫ് ഗാർഡിംഗ് ലിബർട്ടി ഈസ് ടു ഇൻകോപ്പറേറ്റ് എ ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പം ലിബർട്ടി സംരക്ഷിക്കാൻ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി വരുന്നുണ്ട്. നമുക്കറിയാം, ജുഡീഷ്യറി ബാക്കിയുള്ള എല്ലാ പവറിൽ നിന്നും ഫ്രീ ആയിരിക്കുക. ജുഡീഷ്യറിക്ക് ജുഡീഷ്യറിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിർത്തുക. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമുക്കറിയാം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ മൂന്നായിട്ട് രാജ്യത്തിൻ്റെ ടോട്ടൽ പവറിനെ ഡിവൈഡ് ചെയ്യുക. പിന്നെ മൂന്നിനും ഒരേ പവർ കൊടുക്കുക. എവിടെയെങ്കിലും അല്ലെങ്കിൽ അവർ ഒന്നിന് മേലെ അങ്ങനെ ഇല്ലാതെ മൂന്നിനും ഒരേ പവർ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. സെയിം കാര്യം തന്നെയാണ്. പവർ ഒരിക്കലും എവിടെയും സെൻട്രലൈസ് ചെയ്യാതിരിക്കുക. ഏറ്റവും പവർഫുള്ളായിട്ട് ഒരാൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുക. പവറിനെ അത് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഈക്വൽ പവർഫുൾ ആയിട്ടുള്ള 2-3 പേരെ അല്ലെങ്കിൽ 2-3 ബോഡീസിനെ വെക്കുക എന്നുള്ളതാണ് ലിബർട്ടി സംരക്ഷിക്കാനുള്ള വേറൊരു കാര്യം. ടെക്സ്റ്റിൽ ഇനി റൂൾ ഓഫ് ലോ, എക്കണോമിക് ഇക്വാലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം സേഫ് ഗാർഡ്സ് ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 ഹെഡിങ് പഠിക്കുക. അതിന് താഴെയുള്ളത് നമുക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ലിബർട്ടിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വാലിറ്റിയാണ് എടുക്കാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.